ഇക്കഴിഞ്ഞ മെയ് 19 ഓർമ്മയുണ്ടോ? എലി ക്രൂപ്പിയുടെ ഗോളിൽ സ്വന്തം മൈതാനത്ത് ലീഡെടുത്ത ബോൺമൗത്ത് പെപ്പിന്റെ സിറ്റിയെ ഗോളടിക്കാൻ വിടാതെ വെള്ളം കുടിപ്പിച്ച രാത്രി. സിറ്റി ആരാധകരും ബോൺമൗത്ത് ഫാൻസുമെല്ലാം ആ രാത്രി മറക്കാനിടയുണ്ട്. പക്ഷേ അന്നത്തെ സമനില അങ്ങ് നോർത്ത് ലണ്ടനിൽ തുടങ്ങി വെച്ച ആഘോഷങ്ങൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. 2 പതിറ്റാണ്ടായുള്ള പ്രീമിയർ ലീഗ് കിരീടം എന്ന ശാപമാണ് എമിറേറ്റ്സിൽ അന്ന് അവസാനിച്ചത്. തന്റെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത ആരാധകർക്കും കളിക്കാർക്കും മാനേജ്മെന്റിന് മുന്നിൽ മിക്കേൽ ആർട്ടറ്റ തന്റെ വാക്ക് പാലിച്ച രാത്രി. പുതിയ സീസൺ ഇങ്ങ് എത്താറായി. നിലവിലെ ജേതാക്കൾ എന്ന പകിട്ടോടെ ഇറങ്ങുന്ന ആർസനലിന് കിരീടം നിലനിർത്തുക എന്ന വലിയൊരു ദൗത്യം മുന്നിലുണ്ട്. അതിലുപരി അവർക്ക് കീഴടക്കാൻ അതിനോളം മൂല്യമുള്ള മറ്റൊന്നുകൂടിയുണ്ട്. യെസ്, യുഎഫ ചാമ്പ്യൻസ് ലീഗ്. കപ്പിനും ചുണ്ടിനുമിടയിൽ 2 തവണ നഷ്ടമായ യൂറോപ്യൻ സിംഹാസനം ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇക്കുറി തങ്ങൾ വരുന്നതെന്ന പ്രഖ്യാപനം ആർട്ടേറ്റ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിനുവേണ്ടി ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങളും അവർ നടത്തുന്നുണ്ട്. എന്താണ് വരും സീസണിൽ ആർസനലിന്റെ പ്ലാൻ? ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവരുടെ പോളിസി എത്രത്തോളം വിജയം കണ്ടു? പരിശോധിക്കാം. കരിയറിലുടനീളം ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായി കളിച്ച ആർട്ടേറ്റയ്ക്ക് ഒരു ടീം ബാലൻസിംഗിൽ മിഡ്ഫീൽഡറുടെ റോൾ എന്താണെന്ന് കൃത്യമായ അറിവുണ്ട്. അതുകൊണ്ട് തന്നെ കാലക്രമേണ തന്റെ സ്ക്വാഡിൽ മികച്ചൊരു മിഡ്ഫീൽഡ് ലൈനപ്പ് ആർട്ടേറ്റ ഉറപ്പുവരുത്തി. ഡെക്കലൻ റൈസ്, മാർട്ടിൻ ഓഡഗാർഡ്, സുബിമെൻഡി എന്നീ പ്രൈമറി ഓപ്ഷനുകൾക്ക് പുറമെ മിക്കേൽ മെറീനോ, മൈലൂയിസ് കെല്ലി, എബ്രച്ചേസ് എന്നിവരും കഴിഞ്ഞ സീസണിൽ ടീമിലുള്ളവരാണ്. ഇതിന് പുറമെയാണ് കഴിഞ്ഞ സീസണിൽ ലോണിൽ മാഴ്സയിൽ കളിച്ച ഏദൻ ന്വാനേരിയെ ആർട്ടേറ്റ മടക്കിക്കൊണ്ടുവരുന്നത്. എവർട്ടണിലേക്ക് കൂടുമാറിയ നോർവേയുടെ ക്രിസ്ത്യൻ നോർഗാർഡിന് ബദലായാണ് ഈ നീക്കമെന്ന് എല്ലാവരും കരുതിയെങ്കിലും ആർട്ടേറ്റയുടെ സർപ്രൈസുകൾ അവിടെയും അവസാനിച്ചില്ല. ലോകകപ്പ് സെൻസേഷൻ അയൂബ് വാദിക്കായി സിറ്റിക്കൊപ്പം നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ നടത്തി. അതിനിടയിലൂടെ ന്യൂക്കാസിലിൽ നിന്നും ബ്രൂണോ ഗുമേരസിനെ കൂടാരത്തിലെത്തിച്ചു. ഇരുമ്പുകോട്ടക്ക് ഉരുക്കുപോലൊരു കാവൽക്കാരൻ എന്ന് പറഞ്ഞ പോലെ ഓൾറെഡി സ്ട്രോങ് ആയ ഗണ്ണേഴ്സ് മിഡ്ഫീൽഡിലേക്ക് ഗുമേരസ് കൂടി വരുമ്പോൾ അതൊരു ഗൺ മിഡ്ഫീൽഡ് ആവും. 75 മില്യൺ പൗണ്ട് ചിലവിട്ട് 4 വർഷ കരാറിൽ ബ്രസീലിയൻ താരത്തെ ടീമിലെത്തിച്ച ആർട്ടേറ്റയുടെ കയ്യിൽ വരും സീസണിൽ ടീം ലൈനപ്പ് എങ്ങനെയാവണമെന്ന കൃത്യമായ പ്ലാനുണ്ട്. കഴിഞ്ഞ സീസണിലേതുപോലെ ഡബിൾ പിവറ്റ് രീതിയിൽ തന്നെയാകും ആർട്ടേറ്റ തന്റെ മിഡ്ഫീൽഡ് ഒരുക്കുക. അങ്ങനെയെങ്കിൽ ഡെക്കലൻ റൈസിനൊപ്പം ആ റോളിൽ നമുക്ക് ബ്രൂണോയെ കാണാം. ഇരുവർക്കും മുന്നിലായി ക്യാപ്റ്റൻ മാർട്ടിൻ ഓഡഗാർഡും ആദ്യ 11-ൽ സ്ഥാനമുറപ്പിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ കോമ്പാക്ട് മിഡ്ഫീൽഡിൽ ഒരു ബാക്കപ്പ് ഓപ്ഷനായി മാർട്ടിൻ സുബിമെൻഡി തുടരുമോ? ഇല്ല എന്നുള്ളതാണ് പല പ്രമുഖ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. അതിന് തക്കതായ കാരണവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു പ്രോപ്പർ സ്റ്റാർട്ടർ എന്ന ഫിക്സ്ഡ് റോൾ മുന്നിൽ വെച്ചാണ് കഴിഞ്ഞ സീസണിൽ ആർട്ടേറ്റ സുബിമെൻഡിയെ റയൽ സോസിഡാഡിൽ നിന്നും ലണ്ടനിൽ എത്തിച്ചത്. 65 മില്യൺ യൂറോ പ്രൈസ് ടാഗിൽ നടന്ന ആ ഡീലിൽ താരത്തെ ആകർഷിച്ചത് പരിശീലകൻ അവതരിപ്പിച്ച ടീം പ്രൊജക്റ്റ് ആയിരുന്നു. എന്നാൽ പുതിയ ഇക്വേഷനിൽ തൻ്റെ റോളിന് കാര്യമായ പ്രാധാന്യം ഉണ്ടാവുമോ എന്ന സംശയം നിലനിൽക്കെ ഒരു കൂടുമാറ്റം സുബിമെൻഡി ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ വാർത്തകളുണ്ട്. അതിൽ പ്രൈമറി കാൻഡിഡേറ്റായി പറയപ്പെടുന്നത് റയൽ മാഡ്രിഡിനെയാണ്. റോഡ്രി ഡീൽ ഏതാണ്ട് കൈവിട്ട സാഹചര്യത്തിൽ സീസൺ കൈവിടാതിരിക്കണമെങ്കിൽ റയലിന് മികച്ചൊരു മിഡ്ഫീൽഡറെ ടീമിൽ എത്തിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെയാണ് മുമ്പൊരിക്കൽ അവർ റഡാറിൽ വെച്ചിരുന്ന സുബിമെൻഡി മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒരു സാഹചര്യം വന്നാൽ റയൽ താരത്തിനായി ഏതറ്റം വരും പോകുമെന്ന് എല്ലാവരും പറയുന്നത്. സോസിഡഡിൽ കളിച്ച പരിചയസമ്പത്ത് തന്നെയാണ് അതിന് മൂലധനം. ക്ലബിലെ താരത്തിൻ്റെ പെർഫോമൻസിൽ ആകൃഷ്ടരായ റയൽ താരത്തെ മോണിറ്റർ ചെയ്തു വരുന്ന സമയത്താണ് ആർസനൽ ഓഫറുമായി വരുന്നതും ഡീൽ ഉറപ്പിക്കുന്നതും. രണ്ടാമതൊരു അവസരം വീണ് കിട്ടിയാൽ അവരിനി വിട്ടുകളയാൻ സാധ്യതയില്ല. താരത്തെ റാഞ്ചാൻ കാത്തിരിക്കുന്ന മറ്റൊരു ടീം സാബി അലോൺസോയുടെ ചെൽസിയാണ്. എൻസോ ഫെർണാണ്ടസിന്റെ ഭാവി സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വാർത്ത സജീവമാകുന്നത്. നേരത്തെ പരിചയസമ്പന്നനായ ജോർദാൻ ഹെൻഡേഴ്സനെ ചെൽസി ടീമിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും തന്റെ സ്പാനിഷ് ഫ്ലേവറുകളുള്ള ഒരു താരത്തെ കൂടി സാബി പ്രൊജക്റ്റിൽ ആഗ്രഹിക്കുന്നുവെന്ന് വാർത്തകളുണ്ട്. പ്രീമിയർ ലീഗിൽ അതിവേഗം എസ്റ്റാബ്ലിഷ് ആയ സുബിമെൻഡിക്ക് സാബിയുടെ ടാക്ടിക്സിനോടും അതിവേഗം അഡാപ്റ്റ് ആവാനാവുമെന്നാണ് ഫുട്ബോൾ അനലിസ്റ്റുകൾ പറയുന്നത്. വിനീഷ്യസ് ജൂനിയർ ഇതാ ആർസനലിലേക്ക് എത്തുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കാലം സകല പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പേജുകളുമെല്ലാം ആഘോഷിച്ച് കൊണ്ടാടിയ ഒരു വാർത്തയാണിത്. റയലുമായി പുതിയ കരാർ ഒപ്പിടാൻ താരം ചർച്ചകൾ നടത്തുന്നതിനിടെ വ്യാപകമായി പ്രചരിച്ച ഈ വാർത്ത കഴിഞ്ഞ ദിവസം അവസാനിച്ചു. വിനി റയലുമായി 6 വർഷത്തെ കൂടി കരാർ പുതുക്കിയതോടെ ട്രൊസാഡിനോളം പോകുന്ന ഒരു വിങ്ങരെ തേടുകയാണ് ആർസനൽ ഇപ്പോൾ. ക്ലബ് ബ്രൂഗിൽ നിന്നും യുവതാരം ക്രിസ്റ്റോ സോലിസിനെ ടീമിലെത്തിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു സ്ട്രോങ് സ്റ്റാർട്ടർ ഓപ്ഷൻ കൂടി ടീമിന് ആവശ്യമാണ്. ബ്രാഡ്ലി ബാർക്കോള, ഇലിമാൻ ഇൻഡായിയെ, കെനാൻ യിൽഡിസ് എന്നീ പേരുകളാണ് പുതിയ ടാർഗറ്റുകളായി പറയപ്പെടുന്നത്. ബുക്കായോ സാക്ക, നോനി മദ്വേക്ക്, മാക്സ് ഡൗമാൻ. ആർസനലിൻ്റെ ഡിഫൻസിനോളം തന്നെ റൈറ്റ് വിംഗർ റോളും ശക്തമാണ്. കഴിഞ്ഞ സീസൺ ലോണിൽ കളിച്ച പിയറി ഹിൻകാപ്പിയെ ടീം വിട്ട ജാക്കബ് കിവിയോറിന് പകരം സ്ക്വാഡിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ലോകകപ്പിൽ ഒരു മിനിറ്റ് പോലും കളിക്കാനായില്ലെങ്കിലും ഡേവിഡ് റയ എന്നും ആർസനലിന് വിശ്വാസമർപ്പിക്കാൻ പോകുന്ന പേരാണ്. ലോകകപ്പിനിടെ പരിക്കേറ്റ വില്യം സലീബയ്ക്ക് സർജറി വേണ്ടെന്നുള്ളത് ടീമിന് ആശ്വാസമാണെങ്കിലും താരത്തിന്റെ മടങ്ങിവരവ് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. വിക്ടർ യോക്കറസ് അത്ലറ്റിക്കോ മാഡ്രിഡുമായി ചർച്ച നടത്തിയെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിലും
താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾ അത് നിഷേധിക്കുകയുണ്ടായി. യോക്കറസ് ഇവിടെ സന്തോഷവാനാണെന്നും കരാർ ഉള്ളിടത്തോളം ഇവിടെ തന്നെ തുടരുമെന്നും അവർ അറിയിച്ചു. പുതിയ സീസണിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി 2 സൗഹൃദ മത്സരങ്ങളാണ് ആർസനൽ ഇതുവരെ കളിച്ചത്. ആദ്യത്തേത് ജിറോണക്കെതിരെ, അടുത്തത് റയൽ ബെറ്റിസിനെതിരെ. ഇതിൽ ജിറോണയോട് 1-4 ഗോളുകൾ ജയിച്ചപ്പോൾ റയൽ ബെറ്റിസുമായി 3-1 വലിയ തോൽവി നേരിട്ടു. കെ ഹാവേർട്സ്, വിക്ടർ യോക്കറസ് തുടങ്ങി ടീമിന്റെ പ്രധാന സ്ട്രൈക്കർമാരൊക്കെ കളത്തിലിറങ്ങിയിട്ടും ഇത്തരമൊരു തോൽവി വഴങ്ങിയത് ആരാധകർക്ക് നേരിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്കിലും തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജയിക്കുന്നത് ശീലമാക്കിയ ആർട്ടേറ്റ ടീമിനെ മികച്ച ഷേപ്പിൽ തന്നെ ഈ സീസണിൽ ഇറക്കുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. എമിറേറ്റ്സ് കപ്പ് ഫൈനലിൽ ഇന്ന് ഡോട്ട്മുണ്ടിനെ നേരിടുന്ന ആർസനലിന് പുതിയ സീസണിന് മുമ്പ് ഇറ്റാലിയൻ ക്ലബ്ബ് കോമോയുമായി ഒരു സൗഹൃദ മത്സരം കൂടി ബാക്കിയുണ്ട്. ആഗസ്റ്റ് 16 കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിട്ട് തുടങ്ങുന്ന ഗണ്ണേഴ്സിന് പുതുമുഖങ്ങളായ കൊവൻട്രി സിറ്റിയാണ് ലീഗിലെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ. ഞങ്ങൾ എല്ലാ ട്രോഫിയും നേടാൻ വേണ്ടി പൊരുതും. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത്രയും നാൾ ഞാൻ ചെയ്ത കാര്യങ്ങളുടെ ഫലം ഈ സീസണിൽ ലഭിക്കുമെന്നാണ് ഉറച്ച വിശ്വാസം. ഇവിടെ ഒരു സാമ്രാജ്യം പണിയാനാണ് എൻ്റെ എക്കാലത്തെയും വലിയ മോഹം. സീസണിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ച് പരിശീലകൻ ആർട്ടേറ്റയുടെ വാക്കുകളാണിത്. എന്താവും ആർസനലിൻ്റെ പുതിയ സീസൺ? പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്താൻ അവർക്കാവുമോ? ക്ലബ് ചരിത്രത്തിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് എന്ന നേട്ടത്തിലേക്ക് ആർട്ടേറ്റ ടീമിനെ നയിക്കുമോ? മറ്റേതൊക്കെ ട്രോഫികൾ ഇക്കുറി എമിറേറ്റ്സിലെ ഷെൽഫിലെത്തും? നിങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവെക്കൂ.